മെസ്സേജിന്റെ സമയമാണ്. എന്നോട് ജോൺസൺ ഈ പ്രോഗ്രാം ചെയർമാനായിട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം പക്ഷേ, ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം PVP സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഇവിടെ വന്നിട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എനിക്ക് പുറകിൽ നിന്നാൽ മതിയായിരുന്നു. എനിക്ക് അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഞാൻ ഉദ്ദേശിച്ച സമയമൊക്കെ പോവും, പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ ഭംഗിയായിട്ട് അവരവരുടെ പ്രോഗ്രാമുകളൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത് അവർക്ക് ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു. തുടർന്നും അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ താലന്തുകൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഉപകരിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യത്തെ PVP തീമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് യേശുവെ പോലെ ആകുക എന്നുള്ളതാണല്ലോ. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ആദ്യം പാടിയ ഒരു പാട്ടാണ് യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിക്കുവാൻ ഇവയെ കാക്ഷിക്കുന്നു എന്ന് തുടങ്ങുന്നതായ പാട്ട്. വളരെ മനോഹരമായ രീതിയിൽ അവർക്ക് ആ പാട്ടുകളൊക്കെ പാടുവാൻ ദൈവം ഇടയാക്കി. ഇത് എന്താണ് നാം യേശുവെ പോലെ ആകുക എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത്? നാം യേശുവെ പോലെ ആകുവാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായി നാം ശ്രമിക്കേണ്ടത് യേശുവിനെ പോലെ പ്രവർത്തിക്കുവാനും, യേശുവിനെ പോലെ നടക്കുവാനും, യേശുവിനെ പോലെ ചിന്തിക്കുവാനും, യേശുവിനെ പോലെ സംസാരിക്കുവാനും ഒക്കെ നാമും ശ്രമിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ന്റെ അവസാന ഭാഗത്ത് പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. നമുക്ക് അതിനായി ശ്രമിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും സൽഗുണപൂർണരുമല്ല. നമ്മൾ യേശുവിനെ പോലെ ആകണമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ചില ഗുണഗണങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൂടി പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നാം യേശുവിനെ പോലെ ആകുന്നു, അല്ലെങ്കിൽ നമ്മളിൽ യേശു ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. നാം നമ്മുടെ ജീവിതത്തിൽ അന്യസ്തമാക്കുവാനുള്ളതായ ചില ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 6-27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർ ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ തുടങ്ങിയതായ കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. നാം യേശുവെ പോലെ ആകുക എന്ന് പറയുമ്പോൾ നാം ഒരു പുതു സൃഷ്ടിയായി ജനിക്കണം. 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. നമ്മൾ വായിക്കുന്ന പോലെ നമ്മുടെ പഴയ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകാതെ ക്രിസ്തുവിനെ പോലെ ആകുവാനോ യേശുവെ പോലെ ആകുവാനോ നമുക്ക് സാധിക്കുകയില്ല. ഈ സമയത്ത് ഒരു കഥ ഇങ്ങനെ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു തേളിന് പുഴ കടന്ന് അക്കരെ പോകണം. അപ്പോൾ തേള് പുഴയുടെ വക്കിലെത്തി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ പോകുമെന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ആമ അതുവഴി കടന്നു വരുന്നത്. തേള് ആമയുടെ സഹായം ചോദിച്ചു, എന്നെ എങ്ങനെയും ഒന്ന് അക്കരെ കടത്താമോ എന്ന്. അപ്പോൾ തേള് പറഞ്ഞു, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. നീ തക്കം കിട്ടിയാൽ എൻ്റെ കഴുത്തിനിട്ട് തന്നെ കുത്തും. അപ്പം ആമ പറഞ്ഞു, അപ്പോൾ തേള് പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റി, ഞാനിപ്പോൾ ഒരു പുതിയ തേളാണ്, എനിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ല. ഈ ഉറപ്പിന്മേല് ആമ തേളിനെയും പുറത്തിരുത്തി മുന്നോട്ട് നീന്തി തുടങ്ങി. പക്ഷെ പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ, ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തിയപ്പോൾ തേളിന്റെ തനി സ്വഭാവം കാണിച്ചു. തേള് ആമയുടെ കഴുത്തിനിട്ട് ആഞ്ഞു കുത്തി. വേദന കൊണ്ട് പുളഞ്ഞ ആമ തേളിനോടായി ചോദിച്ചു, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എനിക്ക് ഉറപ്പ് തന്നയല്ലേ നീ എന്നെ കുത്തില്ല എന്ന്. അപ്പോൾ തേള് പറഞ്ഞ കാര്യം, എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല ചങ്ങാതി, പക്ഷേ എൻ്റെ പഴയ സ്വഭാവം അങ്ങോട്ട് പൂർണ്ണമായിട്ട് എനിക്ക് വിട്ടുകളയാനും പറ്റുന്നില്ല. അവസാനം ഈ ആമയും തേളും കയത്തിലേക്ക് മുങ്ങിത്താഴുവാൻ ഇടയായി.
ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പുറമെ പുതുസൃഷ്ടിയാണെന്ന് തോന്നിച്ചാലും നമ്മുടെ അകത്ത മനുഷ്യൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ, നമ്മളിലെ പഴയ ശീലങ്ങൾ മാറ്റിയില്ല എങ്കിൽ, ഈ ശീലങ്ങൾ തന്നെ നമ്മെ നാശത്തിലെത്തിക്കുവാൻ ഇടയാക്കും. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയതിന്റെ മോഡിഫിക്കേഷൻ അല്ല, പുതിയ ഒന്നായിരിക്കണം. പഴയതിന്റെ മോഡിഫിക്കേഷൻ ആണെങ്കിൽ ഈ പഴയത് എപ്പോൾ വേണമെങ്കിലും തലപൊക്കി പുറത്തു വരാം. അതുകൊണ്ടാണ് പുതുതായി ജനിക്കണമെന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ഈ കഥയുടെ പ്രശസ്തി വരുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നമ്മുടെ പഴയ സ്വഭാവം കയ്യിൽ നമ്മൾ വെച്ചിട്ടുമുണ്ട്. അതാണ് ഇടയ്ക്ക് തലയും പൊക്കി പുറത്തു വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപാടിലും നമ്മുടെ ചിന്തകളിലുമെല്ലാം ഒരു പുതുമ ഉണ്ടായിരിക്കണം. അത് ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. നാം യേശുവെ പോലെ ആകുക, അല്ലെങ്കിൽ യേശുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ ത്യജിച്ച്, ഫിലിപ്പിയർ 3:9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, പൗലോസ് തന്റെ ജീവിതത്തിൽ തനിക്ക് പുകഴുവാനും പ്രശംസിക്കുവാനും ഉണ്ടായിരുന്നതൊക്കെയും ചപ്പെന്നും ചവറെന്നും ഛേദമെന്നും എണ്ണിയിട്ട് വല്ലവിധേനയും പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മുമ്പിലുള്ളതായ ഓട്ടം സ്ഥിരതയോടെ ഓടി നിത്യതയിലെത്തുവാൻ തക്കവണ്ണം നമ്മളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ പത്രമായി മാറുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ PAPയുടെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവ് ഈ പുതുവർഷത്തിൽ സമൃദ്ധിയായി നൽവരങ്ങളാലും കൃപാവരങ്ങളാലും നൽദാനങ്ങളാലും നിറച്ച് സഭയുടെ മുതൽക്കൂട്ടായി വളർന്നു വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കൊണ്ട്, ഇപ്രകാരം എനിക്കൊരു അവസരം ഒരുക്കി തന്ന PAPയുടെ സെക്രട്ടറിയോടും കൗൺസിൽ മെമ്പേഴ്സിനോടും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിനിരിക്കുന്നു. ദൈവം നമ്മളെവരെയും ധാരാളമായി അനുഗ്രഹിക്കും.